നമസ്കാരം, ഞാൻ ഡോക്ടർ മനോജ് അയ്യപ്പൻ, എറണാകുളത്തിലെ സർജിക്കൽ ഗ്യാസ്ട്രോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമുക്കിന്ന് സാധാരണമായി കാണപ്പെടുന്ന ഹെർണിയെക്കുറിച്ച് ഒരു 4-5 കാര്യങ്ങൾ മനസ്സിലാക്കാം. സാധാരണ കാണപ്പെടുന്ന ഹെർണിയ ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുന്ന ഗുഹ്യഭാഗത്ത് കാണുന്ന ഹെർണിയാവും, പിന്നെ അംബിലിക്കൽ ഹെർണിയ എന്ന് പറയുന്ന പൊക്കിൾക്കൊടി ഹെർണിയാവും. ഇത് കൂടാതെ പലതരത്തിലുള്ള ഹെർണിയുണ്ട്. മുന്നേ ചെയ്ത ശസ്ത്രക്രിയയുടെ മുറിവിൽ കൂടെ വരുന്ന ഇൻസീഷണൽ ഹെർണിയ, അതല്ലാതെ ഫിമറൽ ഹെർണിയ, അങ്ങനെ ഹയാറ്റിസ് ഹെർണിയ, അങ്ങനെ നിറയെ വെറൈറ്റീസ് ഓഫ് പലതരത്തിലുള്ള ഹെർണിയ ഉണ്ട്. നമുക്ക് ഈ ഗുഹ്യഭാഗത്ത് വരുന്ന ഹെർണിയ അതാണ് സാധാരണ കാണപ്പെടുന്നത്. അത് സാധാരണയായി പുരുഷന്മാരിലാണ് കാണപ്പെടുന്നത്. വേദനയില്ലാത്ത ഒരു തടിപ്പ് ഗുഹ്യഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നതാണ് ഹെർണിയയുടെ ആദ്യ ലക്ഷണം. അത് കിടക്കുമ്പോൾ ഉള്ളിൽ പോകും, എഴുന്നേൽക്കുമ്പോൾ പുറത്തേക്ക് വരും. ചുമയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഇത് പുറത്തേക്ക് വരും. സാധാരണ അതിന് വേദന ഉണ്ടാവാറില്ല. എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ആ ഹെർണിയയ്ക്ക് വരുമ്പോഴാണ് അതിന് വേദന വരുന്നത്. ഇതേ ലക്ഷണങ്ങൾ തന്നെയാണ് പൊക്കിൾക്കൊടി ഹെർണിയയ്ക്കും വരുന്നത്. അത് പൊക്കിൾക്കൊടി വഴി ഈ സ്വെല്ലിങ്, ഈ തടിപ്പ് പുറത്തേക്ക് വരും. അത് കിടക്കുമ്പോൾ ഉള്ളിലേക്ക് പോകും. ചിലപ്പോൾ അത് ഉള്ളിലേക്ക് പോകാതെയാണ്. അതിനെ ഇറെഡ്യൂസിബിൾ ഹെർണിയ എന്ന് പറയുന്നു. ഇനി ചിലപ്പോൾ ഇതിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ അതിന് ഇൻകാർസറേറ്റഡ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ്, തടസ്സം വരുമ്പോൾ ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയ, ഇതെല്ലാം അതിൻ്റെ കോംപ്ലിക്കേഷനാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഹെർണിയ എന്ന് പറയുന്നത് വേദനയില്ലാത്തൊരു തടിപ്പ് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അധ്വാനിക്കുമ്പോഴോ ആണ് ഇത് പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ചുമക്കുക ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. കിടക്കുമ്പോൾ സാധാരണ അത് ഉള്ളിലേക്ക് പോകും. അൺകോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാത്ത വെറൈറ്റി ഓഫ് ആ തരത്തിലുള്ള ഹെർണിയയുടെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത്.